അപ്പോൾ നമുക്ക് ഇനി ആ ട്രാൻസ്പോസും ഒരു സിമെട്രിക് സ്ക്യൂ സിമെട്രി മെട്രിക്സ് അതാണ് നമുക്ക് ഇനി എടുക്കാനുള്ള തോന്നുന്നു. ഓക്കെ അല്ലേ? ട്രാൻസ്പോസിന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ അതിൽ 2023 ചോദിച്ച ഒരു 1 വേർഡ് ക്വസ്റ്റൻ ആണ്, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അതായത് ഇഫ് ഫൈൻഡ് എ ട്രാൻസ്പോസ് എ റേസ് ടു ടി, ഇത് കണ്ടുപിടിക്കണം. ഇഫ് എ ഈക്വൽ ടു എ തന്നിട്ടുണ്ട് 1 3 5 3 4 2 2 1 3 എ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ട്രാൻസ്പോസ് എന്നാണ്. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. രണ്ടാൾക്കാരൊക്കെ അടുത്തുണ്ടല്ലോ. ഓക്കെ, ഓക്കേനാ? ഓക്കെ, അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, വളരെ എളുപ്പമാണ്. 1 മാർക്ക് ഉണ്ട്, വളരെ എളുപ്പമാണ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് റോ എന്തായിരുന്നു? ഫസ്റ്റ് റോ എന്തായിരുന്നു? 1 3 5. അത് കോളാക്കി എഴുതാം. 1 3 5. അടുത്ത റോ 3 4 2 അല്ലേ? അതിങ്ങനെ എഴുതാം. 3 4 2. അടുത്തതോ 2 1 3 2 1 3. അപ്പോൾ റോനെ കോളമാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണെന്ത്? ട്രാൻസ്പോസ് കേട്ടോ. ഇത് 2023 ചോദിച്ച ക്വസ്റ്റൻ ആണ്. എഴുതിക്കോളൂ. ഓക്കെ അല്ലേ? നമ്മൾ എ ബിയുടെ പ്രോബ്ലം തന്നെ ചെയ്തു അല്ലേ? എ ഇൻറ്റു ബി എന്നൊക്കെ ചെയ്തതല്ലേ? അടുത്ത 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ്. 2024 ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് ബിയിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവർ നോക്കുക. 2024 കേട്ടോ. 2024 സുധാരേട്ടൻ്റെ ഭയങ്കര സൗണ്ട് വരുന്നു കേട്ടോ. അതല്ല, എന്തോ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട്, ചെവിയിലുള്ളിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ മൈക്കിന്റെ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഓക്കെ ഏതാ? ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഓഫ് ചെയ്ത് മ്യൂട്ട് ചെയ്തില്ലേ? അല്ല, നേരത്തെ എന്താ പറയുമ്പോഴേ ഇങ്ങനെ ഇരിക്കുന്ന സൗണ്ട് പോലെ കേട്ടിരുന്നതാ. വേറെ കുഴപ്പമില്ല, ഇപ്പൊ ക്ലിയർ ആയി. വേറെ എന്താ നിങ്ങള് പെന്നാണോ എന്താണെന്ന് അറിയില്ല. അങ്ങോട്ട് വീണ്ടും പേപ്പർ വെക്കുന്നത് അറിയില്ല. പെട്ടെന്ന് ചെവിയിനുള്ളിൽ കുത്തിനെ പോലെ കേട്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ക്ലിയർ ആണ് കേട്ടോ, കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ 2024 വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ഓക്കെ, പറയട്ടെ. ഇഫ് എ ഈക്വൽ ടു, എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4 1 3 0, ബി ഈക്വൽ ടു 2 -1 4 3. Okay, show that A plus B transpose equal to A transpose plus B transpose. ഇതാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് A plus B transpose equal to A transpose plus B transpose. ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ 2 സൈഡും കാണുക. LHSന്റെ വാല്യൂ RHSന്റെ വാല്യൂ സെയിം ആണെന്ന് തെളിയിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കണേ. ആദ്യം A plus B കാണണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? A plus B കാണുന്നു. A plus B എന്താണ്? A ആദ്യം എഴുതുന്നു, പ്ലസ് B എഴുതുന്നു. അത്ര വലിയ സംഭവം ഒന്നല്ല കേട്ടോ. A plus B എഴുതുന്നു. 2 -1 4 3. അപ്പോൾ ഇതിന്റെ രണ്ട് കൂട്ടി നോക്കാം. 4 2 6 അല്ലേ? 1 - 1 0, 3 4 7, 0 3 3. ഇതാണ് A plus B. A plus B നമുക്ക് കിട്ടി കേട്ടോ.
ഇനി ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ LHS എന്താണ്? ലെഫ്റ്റ് സൈഡ് ഹാൻഡ് സൈഡ് എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? എ പ്ലസ് ബി ആണ്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. മനസ്സിലായോ? ക്വസ്റ്റ്യനില് എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കോളണേ. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നത് എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എ പ്ലസ് ബി കണ്ടുപിടിച്ചു. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ട്രാൻസ്പോസ് എടുക്കുന്ന റോയിനെ കോളാക്കി 6073. ഇതാണ് ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. എഴുതാം. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് കൊടുത്തു. അപ്പൊ അതിന്റെ RHS കണ്ടുപിടിക്കുക. എന്താണ് RHS? ഇതിന്റെ റൈറ്റ് സൈഡ് കാണട്ടോ. അതായത് ലെഫ്റ്റ് സൈഡ് ഇപ്പൊ കിട്ടിയില്ല, അതുപോലെ RHS റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അതായത് എയുടെ ട്രാൻസ്പോസ് എന്താ? ട്രാൻസ്പോസ് എടുത്ത് കൂട്ടാം. 4130 പ്ലസ് ബി ട്രാൻസ്പോസ് എന്താ? ട്രാൻസ്പോസ് 2 - 1 4 അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ സെയിം തന്നെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ കിട്ടിക്കുക. ഓക്കെ. 4 2 6 3 4 7 1 - 1 0 5 3 3 കേട്ടോ. ഇക്വേഷൻ നമ്പർ 2 മനസ്സിലായോ? അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഫ്രം 1 and 2 നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് കിട്ടി. ക്ലിയർ ആയോ? എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. ഇതൊരു ഓക്കെയാണോ? ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇതേപോലെ അപ്പോൾ ഇത് എളുപ്പമല്ലേ? വലിയ റിസ്ക് ഇല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്ന പോലെ തന്നെ പ്രൂവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മനസ്സിലായോ? എന്താണ് അവർ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് സമ്മതിച്ചോളൂ. ഓക്കെ. നമ്മൾ വാശി പിടിക്കാനൊന്നും പോകണ്ട. അവർ പ്രൂവ് ദാറ്റ് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ദാറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിൽ പഠിച്ച ടോപ്പിക് ഓർമ്മയുണ്ടോ? സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും. പക്ഷെ അത് മറ്റവർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് ആ ക്വസ്റ്റ്യൻ വലിയ രീതിയിൽ അവർ പറയുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇവരേക്ക് ഓക്കെ. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഹെഡിങ് ഏതാണ്? സിമെട്രിക് മെട്രിക്സ്. ഓർമ്മയുണ്ടോ പറഞ്ഞത്? എന്തിനാ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുക? സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ എ ട്രാൻസ്പോസിന്റെ വാല്യൂ എ എന്നെ കിട്ടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സിമെട്രിക് മെട്രിക്സ് എന്ന്. എ ട്രാൻസ്പോസിന്റെ വാല്യൂ എ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പറയുന്ന പേരാണ് സിമെട്രിക് എന്ന് കേട്ടോ. അടുത്തത് സ്ക്യൂ സിമെട്രിക്. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രാൻസ്പോസിന്റെ വാല്യൂ മൈനസ് എ. ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡാഷ് എന്ന് പറയും. എപ്പോഴാണ് ഒരു മെട്രിക്സ് സിമെട്രിക് ആവുന്നത്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ വന്നാൽ സിമെട്രിക്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ വന്നാൽ സ്ക്യൂ സിമെട്രിക് കേട്ടോ. വൺ വേർഡ് ആയിട്ട് ചോദിക്കാവേ, ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ എനിക്ക് മനസ്സിലാവേ. ഒരു എക്സാമ്പിൾ ആണ്. ഷോ ദാറ്റ് എ ഈക്വൽ ടു ഈസ് സിമെട്രിക്. ഇത് സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ ചോദിക്കും കേട്ടോ. ഷോ ദാറ്റ് എ ഈസ് സിമെട്രിക്. എ എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് തെളിയിക്കുക. അപ്പൊ അതിന് ചുമ്മാ ട്രാൻസ്പോസ് കണ്ടാൽ മതി കേട്ടോ. സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ ചോദിച്ചാലും സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ ചോദിച്ചാലും അതിന്റെ ട്രാൻസ്പോസ് ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടോ?
എ ട്രാൻസ്പോസ് എന്താ വരിക? റോനെ കോളം ആക്കണേ. അപ്പോൾ 3 4 -7 4 5 2 -7 2 8 സെയിം തന്നെയല്ലേ വന്നേ? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. therefore it is symmetric. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് തെളിയിക്കാം കേട്ടോ. ഒരു മെട്രിക്സ് സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് തെളിയിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പ് ഒരു തിയറം പറയണേ. പറയട്ടെ, ഇത് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചില്ലേ? അവരുടെ ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ അധികം ഇതുവരെ ചോദിച്ച 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല എന്നുള്ളൂ. പക്ഷെ ടെക്സ്റ്റിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എടുത്തേ പറ്റുള്ളേ. വേറൊന്നല്ല, ഒരു തിയറം പറയുന്നതാണ്. ഒരു തിയറമാണ്. ഒരു തിയറം പറയുന്നത് എന്താ അറിയോ? എ പ്ലസ് എ ട്രാൻസ്പോസ്, അതായത് ഒരു കാര്യം കൂടി ഉണ്ട്. എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ then എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ വാല്യൂ ഈസ് സിമെട്രിക് ആവും. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായി മാറും? സിമെട്രിക് ആകും. മനസ്സിലായോ? എ മൈനസ് എ ട്രാൻസ്പോസോ എ മൈനസ് അത് സ്ക്യൂ സിമെട്രിക് ആവും കേട്ടോ. ഇതാണ് തിയറം പറയുന്നത്. എഴുതിക്കുക. ഈ തിയറത്തിനെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ഏതാ? എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ, എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് അല്ല, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എയും എ ട്രാൻസ്പോസും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ സിമെട്രിക് ആകും. എയും എ മൈനസും കൂടി കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നമ്മൾ വീഡിയോ പബ്ലിക് ആക്കിയപ്പോൾ $99 $1 കൂടി ഉള്ളേ. $1 കഴിഞ്ഞാൽ ഇൻകം കിട്ടും. അത് എത്രയാ ഇപ്പൊ ഡോളറിന് റേറ്റ് അറിയില്ല. നാളല്ല വരിക, അത് അടുത്ത മാസമാണ് കിട്ടുള്ളൂ. അടുത്ത മാസം 27-ാം തീയതി ആകുമ്പോഴാണ് കിട്ടുന്നത്. അവര് ഇതിപ്പോ 2 വർഷമായി ഈ 100 ആവാറായിട്ട്. ആദ്യം $50 ഇപ്പൊ 2 വർഷമായി. പിന്നെ അതാവണില്ല എത്രയായാലും. ആരും ഞാൻ വീഡിയോ ചെയ്യണില്ല, ആരും കാണുന്നില്ല. അതായത് ഇപ്പൊ പോളിയുടെ എക്സാം കഴിഞ്ഞല്ലോ, കഴിഞ്ഞ 2015 സ്കീമിന്റെ. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ട് കൊടുത്തു. അപ്പൊ അതിൽ കയറിയതാ. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതണേ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കട്ടാ, പറയട്ടെ. പ്രോബ്ലം ആണേ ഇത്. +2-ലും ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇഫ് എ ഈക്വൽ ടു, എ നമുക്ക് തന്നിട്ട് വളരെ സിമ്പിൾ ആണ്, തന്നിട്ടുണ്ട് 1 2 4 3 2 1 2 2 5. Show that A plus A transpose is symmetric. Show that A plus A transpose is symmetric and A minus A transpose is skew symmetric. And A minus A transpose is skew symmetric. A plus A transpose symmetric.
എ മൈനസ് എ ട്രാൻസ്പോസ് ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കും. എഴുതിയോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അപ്പോൾ നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് തെളിയിക്കാൻ പോവാണേ. ജസ്റ്റ് നമ്മൾ തുടങ്ങുകയാണ്. വേറെ ഒന്നും ഇല്ല, വലിയ റിസ്ക് ഒന്നുമില്ലേ. നമ്മൾ എ എഴുതുന്നു, എന്നിട്ട് എ ട്രാൻസ്പോസ് എഴുതുന്നു. എയും എഴുതാം, എ ട്രാൻസ്പോസ് എഴുതാം. എന്താണ് എ ട്രാൻസ്പോസ്? എയുടെ ട്രാൻസ്പോസ് എടുക്കാം. 1 2 4 3 2 1 2 2 5. റോയിനെ കോളം ആക്കുക കേട്ടാ. അവർ തമ്മിൽ കൂട്ടാനാണ് പറഞ്ഞിരുന്നത്. എ പ്ലസ് എ ട്രാൻസ്പോസ് നോക്കാം, കൂട്ടി നോക്കാം. 1 2 4 3 2 1 2 2 5 പ്ലസ് 1 3 2 2 2 2 4 1 5. എയും എ ട്രാൻസ്പോസും തമ്മിൽ കൂട്ടി നോക്കി. വളരെ എളുപ്പമായത് കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ചുമ്മാ കൂട്ടുന്നു. 1 2 2 2 3 5 4 2 6 3 2 5 2 2 4 1 2 3 2 4 6 2 1 3 5 1 5 10. അപ്പൊ ഈ സാധനം സിമെട്രിക് അല്ലേ? നോക്കി വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരുപോലെ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരുപോലെ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് സിമെട്രിക് അല്ലേ വരിക? ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ കിട്ടുക? നോക്കി വെക്കുക. ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ കിട്ടുക? മനസ്സിലായോ? അതായത് എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് ഇത് തന്നെയല്ലേ കിട്ടുക? 2 5 6 5 4 3 6 3 10. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അത് തന്നെയാണ് കിട്ടുക കേട്ടാ. മനസ്സിലായോ? എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ? മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് പറയാം കേട്ടോ. അതായിരിക്കും, അങ്ങനെ ആയിരിക്കുമെന്നാണ് തിയറം പറയുന്നത്. ചുമ്മാ എഴുതി വെച്ചോളൂ. എയും എ ട്രാൻസ്പോസും കൂടി കൂട്ടിയിട്ട് എഴുതി വെക്കുക. ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് എഴുതി വെക്കുക കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? എഴുതാം. അടുത്തത് ഇതേപോലെ. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചോളൂ, ഏത് ക്വസ്റ്റ്യൻ ആയാലും എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ വാല്യൂ എന്തായിരിക്കും? സിമെട്രിക് ആവും കേട്ടോ. അതിപ്പോ അല്ലെങ്കിലും അതാണെന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, അങ്ങനെ ആവാതിരിക്കില്ല, ആവുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനെ ആവുമെന്നാണ് തിയറം പറയുന്നത്. മനസ്സിലായോ? തിയറത്തിൽ പറയുന്നത് എയും എ ട്രാൻസ്പോസും കൂടി കൂട്ടുമ്പോൾ അതെന്തായിരിക്കും? സിമെട്രിക് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അല്ലാന്നൊന്നും പറയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തതിന് മിസ്റ്റേക്ക് ആയതുകൊണ്ടായിരിക്കും ആവാതിരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറയ്ക്കുകയാണ്. നോക്കുക, 1 ന്ന് 1 എപ്പോഴും ഡയഗണൽ 0. 1 ന്ന് 2 നോക്കുമ്പോൾ 0. 2 - 3 -1 4 - 2 2 3 - 2 1. ഇവിടെ 10ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ, 2 - 2 0 1 - 2 -1 2 - 4 -2. അവിടെ 2 ആണെങ്കിൽ ഇവിടെ -2 ആയിരിക്കും കേട്ടോ. 2 - 1 ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ +1. 5 - 5 0. ഇത് സ്ക്യൂ സിമെട്രിക് ആവട്ടെ. ഇതിപ്പോ അല്ലെങ്കിൽ ഇത് എഴുതിയൊക്കെ എന്താണ്? ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക്. സ്ക്യൂ സിമെട്രിക് പ്രശ്നം തോന്നല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ ചെക്ക് ചെയ്ത് കൺഫ്യൂഷൻ ആവണ്ട. ഇത് സ്ക്യൂ സിമെട്രിക് ആകുമെന്ന് ആരോ കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നീ നമ്മളായിട്ട് മാറ്റാൻ നിൽക്കണ്ട കേട്ടല്ലോ. അപ്പോ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ്. ഏതാ മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നോക്കാം. ഇതിന് മൈനസിന് പുറത്തെടുത്താൽ സെയിം തന്നെ കിട്ടും. കേട്ടില്ല? അതാ
എനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കേട്ടോ. അതാ അതാ ആ ഒന്ന് പറഞ്ഞേ. എനിക്ക് സുധേട്ടൻ പറയുമ്പോൾ കേൾക്കുന്നില്ല, ഷെഫിക്ക് പറയുമ്പോൾ കേൾക്കുന്നു. ആ ഓക്കെ. ആ ആ ആ അതന്നെ, അതായത് അതാണ് ഇതിന്റെ പ്രത്യേകത. സ്ക്യൂ സിമെട്രിക്കിന്റെ പ്രത്യേകത അതാണ്. എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് നമ്മൾ എടുക്കുന്നത് വെക്കുക. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് 0 -1 2 ഇതല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഒരേപോലെ വരുന്നില്ല എന്നല്ല നമ്മുടെ ഡൗട്ട്. 1 0 -1 ഒരേപോലെ വരാൻ പാടില്ല, ഒരേപോലെ വരാൻ പാടില്ല കേട്ടാ. അതായത് ഇത് മൈനസ് ആയിട്ട്, അതായത് ഒരു മൈനസിന്റെ വ്യത്യാസം വരണം, മനസ്സിലായോ? അങ്ങനെയാ, ഒരേപോലെ വന്നാൽ സിമെട്രിക് ആവും, മനസ്സിലായോ? ഒരു മൈനസിന്റെ വ്യത്യാസം എല്ലായിടത്തും വരും. ഇവിടെ ഉള്ളതിന്റെ ഒരു മൈനസിന്റെ വ്യത്യാസമായിരിക്കും ഇവിടെ വരിക, മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ അതിന് പറയുന്ന പേരാണ്. അപ്പൊ അതുകൂടി വേണമെങ്കിൽ എടുത്തേക്ക്. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് എഴുതാം, ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് എഴുതാം, മനസ്സിലായോ? അതായത് ഇതിന്റെ ഇത് മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് കിട്ടിയത് കേട്ടാ. അതിന്റെ ഫ്രണ്ടിൽ ഒരു മൈനസിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഈ കിട്ടുന്ന ആൻസറിന്റെ ഒരു മൈനസിന്റെ വ്യത്യാസത്തിലാണ് ആൻസർ വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് അതിനെ വിളിക്കുന്ന പേര് എന്ത്, അതിനെ സ്ക്യൂ സിമെട്രിക് എന്ന് വിളിക്കുന്നത് കേട്ടാ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ സുധാകരന്റെ ഹെഡ്സെറ്റിൽ ഒരെണ്ണത്തിൽ മൈക്ക് കംപ്ലൈന്റ് ആണ് കേട്ടാ. ഓക്കെ, അത് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ ഷെഫിക്ക് പറയുന്നത് കേൾക്കുന്നില്ല, ഷെഫിക്ക് പറയുന്നത് കേൾക്കുന്നില്ല. ഷെഫിക്ക് പറയുന്നത് കേൾക്കുന്നില്ല. ആ പെണ്ണുണ്ട്. ആ ഓക്കെ, ഷെഫിക്ക് പറഞ്ഞൊന്നും കേട്ടില്ല അപ്പൊ. ഓക്കെ, ആരെങ്കിലും ഒരാൾക്ക് കേൾക്കുള്ളത് പറയുന്നത് അങ്ങനെയായിരിക്കും. ഓക്കെ ഓക്കെ. എന്തായാലും അറിയില്ല. എന്തായാലും ഇപ്പൊ ഒരാൾ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്, മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ പറയുമ്പോഴാണ്, അതാണ് മനസ്സിലാവാത്തത്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ വാല്യൂ സിമെട്രിക് ആയിരിക്കും, എ മൈനസ് എ ട്രാൻസ്പോസിന്റെ വാല്യൂ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. പക്ഷെ രണ്ടാളും കൂടി വന്നു കഴിഞ്ഞാല് അവിടെ ഇത് വരില്ലേ, എക്കോ വരില്ലേ? ആ വരും വരും, കണ്ട സൗണ്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ മ്യൂട്ടാക്കേണ്ടി വരും, രണ്ടുപേരും മ്യൂട്ടാക്കേണ്ടി വരും. രണ്ടാളും അറ്റ് എ ടൈമിൽ സംസാരിച്ചാൽ എക്കോ വരും, പിന്നെ നമുക്ക് സൗണ്ട് വരും. ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ ഇല്ലല്ലോ, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ക്ലിയർ ആയി. യെസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ അല്ലാത്ത പരീക്ഷയ്ക്കൊക്കെ മറ്റവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന രീതിയിൽ എഴുതാൻ പറയും. ഓക്കെ, അത് +2ന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് കൊണ്ടാണ് ചുമ്മാ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ എഴുതാതിരിക്കേണ്ട, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പറയട്ടെ, ഇപ്പൊ എഴുതിയ ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ എഴുതാം.
എക്സ്പ്രസ് ദ മെട്രിക്സ് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് പറയുന്നത്. എക്സ്പ്രസ് ഇങ്ങനെ ക്വസ്റ്റിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചോളണേ. എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 2 4. ഇപ്പൊ എഴുതിയ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 2 1 2 2 5 as the sum of symmetric and skew symmetric matrices. എന്താണ് എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു തന്നിട്ടുണ്ട് ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മുടെ റിവിഷൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു മെട്രിക്സ് എന്നുള്ള ചാപ്റ്റർ എവിടെ ഉണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അതായത് പ്ലസ് ടുവിലായിക്കോട്ടെ, പ്ലസ് ടുവിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ ഒന്നും അറിയാത്ത പിള്ളേരെ പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന ആകെ ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് മാത്രം പഠിച്ചിട്ട് പോകാൻ പറയടാ. അതുപോലെ നമ്മുടെ 2015 റിവിഷനും ഇതാണ് ഷുവർ ക്വസ്റ്റ്യൻ. അവർക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നേ. പക്ഷെ നമുക്ക് ഇതുവരെ 3 വർഷം പരീക്ഷ നടത്തുന്നതിലും ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ എടുക്കാതിരിക്കേണ്ട. കാരണം ഇപ്പൊ ചെയ്ത നിങ്ങൾക്ക് അത് എഴുതാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അത് നമ്മളിപ്പോ കണ്ടു. ആൻസർ ഒന്ന് വായിച്ചോ. എത്ര പറഞ്ഞേ? A പ്ലസ് A ട്രാൻസ്പോസിന്റെ ആൻസർ എന്ന് പറഞ്ഞേ എത്രയാ? 1 അല്ലല്ലോ, 1 ആയിരുന്നോ ആൻസർ? 2 5 6. ഓക്കെ, 5 4 3 6 3 10. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുക. അത് ഞാൻ സ്റ്റെപ്പ് കട്ട് ചെയ്തു, കുഴപ്പമില്ലല്ലോ. മനസ്സിലായോ? ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് എഴുതി വയ്ക്കുക. വേറെ പ്രോബ്ലം ചെയ്യിപ്പിക്കണ്ടല്ലോ. ഇതിനെ കണക്ട് ചെയ്തിട്ട് എഴുതട്ടെ, കുഴപ്പമില്ല. എഴുതണോ? ഇങ്ങനെ എല്ലാവർക്കും അറിയാലോ അല്ലേ? കാര്യം മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണ് എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതിയാണ് A പ്ലസ് A ട്രാൻസ്പോസ് കാണാം, ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് എഴുതാം. ഇനി A മൈനസ് A ട്രാൻസ്പോസ് കാണാം, അതിന് വാല്യൂ എന്ന് പറഞ്ഞേ 0 -1 അല്ലേ? 1 0 -2 1 0. അത് ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് എഴുതാം. ഇതുവരെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചത്. എന്നിട്ട് ഒരൊറ്റ സ്റ്റെപ്പ് കൂടി കഴിഞ്ഞു. അപ്പൊ ഇത് സിമെട്രിക്കും ആയി സ്ക്യൂ സിമെട്രിക്, ഇത് രണ്ടും കൂടി കൂട്ടാണ്. മനസ്സിലായ? ചുമ്മാ കൂട്ടല്ല, ഹാഫ് ഇൻറ്റു ഈ ഒരു ഫോമിലാണ് നോക്കേണ്ടത്. ഹാഫ് ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു A മൈനസ്, അതായത് A പ്ലസ് A ട്രാൻസ്പോസ് ബൈ വേണ്ട, ഹാഫ് ഇൻറ്റു കൊടുക്കാം. ഹാഫ് ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ്, ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടുന്നു. അതായത് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഹാഫ് ഇട്ട് കൊടുക്കാം. ഈ ആൻസർ അതുപോലെ എഴുതാം. 2 5 6 5 4 3 6 3 10 പ്ലസ് ഹാഫ് എഴുതിയിട്ട് ഇത് എഴുതിക്കാം. 0 -1 2 1 0 -1 -2 1 0 ഈക്വൽ ടു. ചെയ്തത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ എഴുതിയ A പ്ലസ് A ട്രാൻസ്പോസിന്റെ ഫ്രണ്ടിൽ ഒരു ഹാഫ് ഇട്ട് കൊടുത്തു, A മൈനസ് A ട്രാൻസ്പോസിന്റെ ഫ്രണ്ടിൽ ഹാഫ് ഇട്ട് കൊടുത്തു. അത് രണ്ടും കൂടി കൂട്ടുന്നു. മനസ്സിലായോ? കൂട്ടാൻ നിൽക്കണ്ട, കൂട്ടുന്ന പോലെ കാണിക്കുന്നു. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. അത് കൂട്ടുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ് തെളിയിക്കാൻ പറയേണ്ടത്. മനസ്സിലായോ? കൂട്ടുന്നത് പോലെ കാണിക്കുന്നു, എന്നിട്ട് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. എന്താണ് 1 2 4. കൂട്ടുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടൂട്ടാ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണ്. അപ്പൊ അതൊന്നും നോക്കണ്ട. ഈക്വൽ ടു A. ഇതാണ് പ്രൂഫ് വേണ്ടിട്ട്. അതാസോ. അപ്പോൾ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമെന്നാണ് തെളിയിക്കാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ, ഈ ഒരു ഇതിന്റെ മീനിങ് എന്നാണ് കേട്ടാ, സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്.
സിമെട്രിക് ആയിട്ടുള്ള ഒരു മെട്രിക്സും സ്ക്യൂ സിമെട്രിക് ആയിട്ടുള്ള വേറെ മെട്രിക്സും തമ്മിൽ കൂട്ടുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുമെന്നാണ് തിയറം പറയുന്നത് കേട്ടാ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ്? എക്സ്പ്രസ് ദ മെട്രിക്സ് എ ആസ് ദി സം ഓഫ് സിമെട്രിക് ആയ ഒരാള് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആയ വേറെ ആള്, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എ കിട്ടുമെന്ന് തെളിയിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഇങ്ങനെ ഒരു സെന്റൻസിൽ അവർ പറയാറുണ്ട്. നമ്മുടെ പോളിടെക്നിക്കിലെ ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ 3 വർഷമായിട്ട് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതായത് 2021 റിവിഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടാ. 2010 റിവിഷൻ മുതൽ ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. 2010 മുതൽ 2020 വരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പക്ഷേ എന്താണ്, നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്ന ടെക്സ്റ്റ് ബുക്കിൽ ഈ സാധനമൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതാം, എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതാം. ഹാഫ് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക, കിട്ടുമ്പോൾ എ എഴുതിക്കുക കേട്ടാ. കൂട്ടാനും നിൽക്കണ്ട, മനസ്സിലായോ? അത്ര നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, മനസ്സിലായോ? എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതി അതിന്റെ ഫ്രണ്ടിൽ ഹാഫ് ഇട്ടു, എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതി അതിന്റെ ഫ്രണ്ടിൽ ഹാഫ് ഇട്ടു, എന്നിട്ട് ക്വസ്റ്റ്യൻ എന്ത് എഴുതിക്കുക. ഓക്കെ, അങ്ങനെ കിട്ടും എന്ന് നമ്മൾ തിയറം പറഞ്ഞിരുന്നു. ആരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ അത് കിട്ടും. വേണമെന്ന് നോക്കിക്കോ. 2/2 അല്ലേ വരെ ഹാഫ് എടുക്കുക പറഞ്ഞാൽ? 2/2 1 അല്ലേ? 1 + 0 എത്രയാണ്? 1 അല്ലേ ഫസ്റ്റ് വാല്യൂ? 1 ആണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കൂട്ടുമ്പോൾ, അതായത് ഇതും കൂടി കൂട്ടുമ്പോൾ /2 എടുത്താൽ ഇത് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും അവസാനിപ്പിച്ചു കേട്ടോ. എ ഇൻവേഴ്സ് ടീച്ചർ ചെയ്യിപ്പിച്ചതല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ നമുക്ക്? നിങ്ങൾ ടീച്ചർ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒരാൾക്ക് ചെയ്തതല്ലേ? നമ്മൾ 3/3 എ ഇൻവേഴ്സ് അംജദ് അതല്ലേ ഡൗട്ട് ചോദിച്ചേ? അത് അംജദ് പറഞ്ഞ രീതിയിൽ സാധാരണ പഠിച്ച പോലെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാൻ പഠിപ്പിച്ച് കൺഫ്യൂഷൻ ആവുന്നു തോന്നി, അത് കുഴപ്പമില്ല കേട്ടാ. അത് അങ്ങനെ ചെയ്താലും മതി, അത് കറക്റ്റ് തന്നെ, ആ മെത്തേഡ് കറക്റ്റ് തന്നെ. ഏതിന്? അവസാനം 3/3 കിട്ടും. അതിന് അവസാനം 3/3 തന്നെ വരിക. ചെയ്യുന്ന പ്രോസസ്സ് വേറെ രീതിയാണല്ലോ. ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ. അതൊന്നും ചെയ്താൽ ബാക്കിയുള്ളവർക്ക് അത് ഓക്കെ ആണോ? അതൊന്നും ചെയ്യില്ല, കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ? ഈ ടെക്സ്റ്റുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഏതാ? ഫൈൻഡ് എ, ഒരു അഡ്ജോയിന്റ് എന്ന് വിളിക്കട്ടോ. അഡ്ജോയിന്റ് ആൻഡ് എ ഇൻവേഴ്സ് അങ്ങനെ ചോദിക്കും. ചിലപ്പോൾ അഡ്ജോയിന്റ് മാത്രം കാണാനും ചോദിക്കാറുണ്ട്. അഡ്ജോയിന്റ് മാത്രം കാണാനും ചോദിക്കാറുണ്ട് കേട്ടോ. തൽക്കാലം എ ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ചിലപ്പോൾ അഡ്ജോയിന്റ് മാത്രം കാണാനും ചോദിക്കാറുണ്ട്. പറയട്ടെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ്. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ്. അപ്പൊ 2/2 ഇൻവേഴ്സ് കാണാൻ പഠിച്ചത് കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? 2/2 ഇൻവേഴ്സ് ഇനി ചെയ്യണ്ടല്ലോ, ഇന്നലെ നോക്കിയതല്ലേ? അതിപ്പോ പറയണോ ഒന്നുകൂടി? അത് പറയുമ്പോൾ ഇത് കൺഫ്യൂഷൻ ആവും. 2/2 ഇന്നലെ അങ്ങോട്ട് തിരിച്ചിടുന്നത് 2/2 അതന്നെ, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിരുന്ന എയും ബിയും.
അടുത്ത 3/3 ഇൻവേഴ്സ് ആണ് എഴുതാം. ഫൈൻഡ് ദ അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാം. ഇൻവേഴ്സ് കാണണമെങ്കിൽ അഡ്ജോയിന്റ് കാണണം കേട്ടോ. ചിലപ്പോൾ അഡ്ജോയിന്റ് മാത്രം കാണാൻ ചോദിച്ചിട്ടുണ്ടേ. തന്നിട്ടുള്ള മെട്രിക്സ് ഇതാണ് 1 2 -2 -1 3 0 0 -2 1. ഇതാണ് ടീച്ചർ ചോദിച്ച ക്വസ്റ്റ്യൻ മോഡലാണ് കേട്ടോ. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് കാണണം. ഡിറ്റർമിനന്റ് കണ്ടോളൂ, പെട്ടെന്നായിക്കോട്ടെ, എല്ലാവർക്കും അറിയുന്നല്ലേ. ഇൻവേഴ്സ് കാണാൻ ചോദിച്ചാൽ ആദ്യം ഡിറ്റർമിനന്റ് കാണണേ. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഇല്ല. കാൽക്കുലേറ്ററിൽ ഡിറ്റർമിനന്റ് കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതല്ലേ, 1 കിട്ടും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതുന്ന ക്വസ്റ്റ്യനൊക്കെ എഴുതിയെത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണ, കോഫാക്ടർ കാണാൻ പോവാണ്. അഡ്ജോയിന്റിന് മുമ്പ് ആദ്യം നമ്മൾ കോഫാക്ടർ കാണണേ. ഓക്കെ, കോഫാക്ടർ ഓഫ് എ. കോഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്യല്ലേ നല്ലത്. 4 പ്രാവശ്യം എഴുതുന്നത്. നമ്മൾ മെട്രിക്സിന് 4 പ്രാവശ്യം എഴുതി. 1 2 -2 -1 3 0 0 -2 1. ഒന്നുകൂടി എഴുതാം. 1 2 -2 -1 3 0 0 -2 1. ഒന്നുകൂടി എഴുതാം. 1 2 -2 -1 3 0 0 -2 1. ഒന്നുകൂടി എഴുതാം. 1 2 -2 -1 3 0 0 -2 1. മെട്രിക്സിനെ നമ്മൾ 4 പ്രാവശ്യം എഴുതുന്നു. ഓക്കെ ആണോ? മെട്രിക്സിനെ നമ്മൾ 4 പ്രാവശ്യം എഴുതി. എന്നിട്ട് എല്ലാവരും എഴുതിയോ? 4 പ്രാവശ്യം എഴുതാം. എന്നിട്ട് നമ്മൾ അതിനെ ബോർഡർ ലൈന് വെട്ടിക്കളയാം. ബോർഡർ ലൈന് വെട്ടിക്കളയാം. ഓക്കെ, ഇനി ഒന്നാമത്തെ ആള് A11 ആണ്. A11 എന്നാണ് പറയുന്നത്. C11 എന്ന് പറയാറുണ്ട്. A11 ഈക്വൽ ടു ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കാം. മനസ്സിലായോ? അതായത് അതിനൊക്കെ സ്റ്റെപ്പ് എഴുതുന്നുണ്ട്. ഈ 4 ഡിറ്റർമിനന്റ് മനസ്സിലായോ? ഡിറ്റർമിനന്റ് ആയിട്ട് കൊടുക്കണ്ടല്ലോ, എന്ത് ചെയ്താണല്ലേ? എത്ര എഴുതാം? 3 × 1 -0 × -2. അത് എത്ര എഴുതാം? A12. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 × 0 -1 × 1. അടുത്ത് ഇതിന്റെ ഡിറ്റർമിനന്റ് A13 -1 × -2 -3 × 0. അപ്പോൾ നോക്കാം, മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ എത്ര പേരുടെ 3 കിട്ടും, ഇവിടെ 1 കിട്ടും, 2 കിട്ടും. എല്ലാവരും നോക്കാം. നമ്മളന്ന് എടുത്തിരുന്നു അല്ലേ?
മാർപ്പാപ്പ ശരിക്കും ഇന്ത്യയിലേക്ക് വരുന്ന പറഞ്ഞേക്കല്ലായിരുന്നു അല്ലേ? മോദി ക്ഷണിച്ചില്ലാതല്ലോ. ഓർമ്മയുണ്ടോ? ആളെ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി മോദി ക്ഷണിച്ചിരുന്നു. അപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ലീവ് കൊടുക്കാറുണ്ട്, എനിക്കറിയില്ല. കാരണം 3 മണിക്കൂറായില്ലേ മരിച്ചിട്ട്. പിന്നെ അപ്പോഴേ പറഞ്ഞിരുന്നു. അപ്പം അത് അതല്ലേ ശ്രദ്ധിക്കാറില്ല. അതാ പറഞ്ഞു മാർപ്പാപ്പ മരിച്ച ലീവ് തരുമെന്നാണ് ഇപ്പോൾ സുധാരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ലീവ് ആവും നമ്മൾ. ഞാനതാ ന്യൂസ് ഞാൻ ചോദിച്ചത് അതാണ്. അയാൾ മരിച്ചു. അപ്പോൾ ഇനി നാളെ നിങ്ങളുടെ എക്സാം ഞാൻ മാറ്റി വയ്ക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. ന്യൂസിലൊന്നും കാണുന്നത്. 88 വയസ്സ് കഴിഞ്ഞാ. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ജയിക്കുന്നേ, കുഴപ്പമൊന്നുമില്ല. ഇതിനെന്താ പേടിക്കണ്ടേ? നമ്മൾ വെക്ടർ നോക്കിയില്ലേ, മെട്രിക്സ് നോക്കി. അപ്പോൾ 40 മാർക്കായി. പിന്നെ എന്തിനാ പേടിക്കണേ? ആരെന്തായാലും എക്സാം. അപ്പോൾ ഇതൊക്കെ അല്ലേ, കൂടുതൽ സമയം കിട്ടുമ്പോഴാണ് ബുദ്ധിമുട്ടിട്ടാ. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത വരിക്ക് പോകണം. അടുത്ത വരി അത് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടുന്നല്ല കേട്ടോ, അതിനോട് ചേർന്നിട്ട് തന്നെയാണ് തുടങ്ങണേ. അതിനോട് ചേർന്നിട്ട് തന്നെ എടുക്കണേ. A21 അയ്യോ ഞാൻ അപ്പോൾ A21 കൊടുക്കോ. എത്രയാ? -2 × -2 -1 × 2 A22 ഇത് ഓക്കെ. 1 × 1 -0 × -2 A23 ഇത് 0 × 2. എപ്പോഴും ലൈന് പോയാലേക്ക് എഴുതരുത് കേട്ടോ. -2 × 1 A31 താഴോട്ട് പോയി അടുത്ത ലൈനിക്ക് കേട്ടോ. ഇത് 2 × 0 -2 × A32 ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ മൈനസിനെ മോളിക്കൂടൊക്കെ കയറ്റി വരയ്ക്കരുത്. അപ്പോൾ മൈനസൊക്കെ പോയി കിട്ടും. അങ്ങനെ ചെയ്യരുത്. 1 × 3 A33 ലാസ്റ്റ് 1 × 3 -2 × -. അപ്പോൾ ഏതും വായിച്ചത് -4 -2 -6 അല്ലേ? അല്ല 2 4 -2 2 ആണ്. അടുത്ത 1 - 0 1 0 + 2 2 2 + 3 6 2 3 + 2 5. ഇതാണ് എനിക്ക് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്തോളേ. രണ്ടുണ്ട് ടീച്ചറെ. അതിൽ ട്രാൻസ്ഫറുണ്ട്, അതുപോലെ ഇതുമുണ്ട്, മറ്റേ പ്രൊമോഷനുണ്ട്.
കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അപ്പൊ ഇത് ശരിക്കും ഒന്ന് നോക്കി വെച്ചോളൂ. കാരണം എങ്ങാനും ടീച്ചർ 2 പ്രാവശ്യം എക്സാമിന് തന്നതല്ലേ, ടീച്ചർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയില്ലാന്ന് അറിയില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോഫാക്ടർ എഴുതാണ്. കോഫാക്ടർ എന്ന് പറയുന്നത് കോഫാക്ടർ ഓഫ് എ ആദ്യം എന്താണ്? A11, A12, A13, A21, A22, A23, A31, A32, A33. ഇപ്പൊ കിട്ടിയ നമ്പർ അതുപോലെ എടുത്ത് എഴുതുക. അതാണ് കോഫാക്ടർ. എത്ര വരിക? 312, പിന്നെ 212, പിന്നെ 625. ഇപ്പൊ കോഫാക്ടർ എഴുതിച്ചു. അതിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് എയുടെ ട്രാൻസ്പോസ്. അപ്പൊ ഇതിനെ തിരിച്ചിടാം. 312, 212, 625. അവസാനം കഴിഞ്ഞു. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. മനസ്സിലായോ? അതായത് 1/1 1 അല്ല ഡിറ്റർമിനന്റ് ഇൻറ്റു 326, 112, 225. 1 എന്താ വെച്ചാൽ 1 ആയതുകൊണ്ട് വീണ്ടും 1 എഴുതേണ്ട ആവശ്യമില്ല. 1/2 ആണെങ്കിൽ ചുമ്മാ അങ്ങനെ എഴുതിച്ചാൽ മതി കേട്ടോ. അപ്പം ഇതാണ് എന്ത് എ ഇൻവേഴ്സ് കാണുന്ന ക്വസ്റ്റ്യൻ. ഒരെണ്ണം നോക്കി വെക്കുക, എങ്ങാനും ചോദിച്ചാലോ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. എന്തായാലും ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സിലബസിലുണ്ട്. ക്ലിയർ? ചോദിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ.